Hi friends, welcome to Simis Nadan Kitchen and you're watching Simis Nadan Kitchen with Simi. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു തേങ്ങ ചേർത്ത മാങ്ങ ചമ്മന്തിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു ബെൽ ഐക്കൺ വരും. ആ ബെൽ ഐക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. മാങ്ങ ചമ്മന്തിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങ വേണം. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ആ മാങ്ങയുടെ ഒരു സ്ലൈസാണ് എടുത്തേക്കുന്നത്. അപ്പം പുളി അനുസരിച്ചിട്ട് വേണം മാങ്ങ എടുക്കാനായിട്ട്. ഇപ്പം ഇത് നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ ആ മാങ്ങ ചെത്തുമ്പോൾ ഉള്ള ഒരു വലിയ സ്ലൈസാണ് എടുത്തേക്കുന്നത്. എടുക്കാം. പിന്നെ ഉള്ളി, ഇപ്പം ഞാനിവിടെ 3 ഉള്ളി എടുത്തിട്ടുണ്ട്. 3 വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ അത് കണക്കെ ഉപ്പ് വേണം. ചമ്മന്തിക്കൊക്കെ ഉപ്പ് അരയ്ക്കുമ്പോൾ കല്ലുപ്പ് എടുക്കുക. കുറച്ച് കല്ലുപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കല്ലുപ്പാകുമ്പോൾ നമുക്ക് അരയ്ക്കാൻ നല്ല എളുപ്പമായിരിക്കും. പിന്നെ വേണ്ടത് തേങ്ങയാണ്. ഒരു അരമുറി തേങ്ങ എടുത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. ഇനി ഇത് എല്ലാം കൂടെ മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് വെള്ളമില്ലാണ്ട് അരച്ചെടുക്കണം. ആ ചമ്മന്തിയൊക്കെ അരയ്ക്കുമ്പോൾ കല്ലിൽ അരയ്ക്കുന്നതാണ് നല്ലത്. കല്ലിലാകുമ്പോൾ നമുക്ക് വെള്ളമൊന്നും ഇല്ലാണ്ട് നല്ല ഉണ്ടയായിട്ട് അരച്ചെടുക്കാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ ഇത് മിക്സിയിലിട്ടാണ് അരയ്ക്കാൻ പോണത്. ഇപ്പോൾ ഞാൻ ആ മാങ്ങയും തേങ്ങയും കൂടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊക്കെ അരഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ആ നാട്ടിൽ നമ്മൾ കല്ലിലൊക്കെ അരയ്ക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒരിക്കലും നമ്മൾ മിക്സിയിൽ അരച്ചാൽ കിട്ടത്തില്ല. അപ്പം അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ടിപ്സാണ്. നമ്മുടെ കയ്യിലിങ്ങനെ ഇത് കണക്കത്തെ ഒരു ഇടിക്കുന്ന പാത്രം ഉണ്ടാവുമല്ലോ. അപ്പം ഇതുണ്ടെങ്കിൽ ഈ നമ്മൾ ഈ അരച്ചു വച്ചിരിക്കുന്ന ഈ ചമ്മന്തി ഇതിലേക്ക് ഇടുക. കുറച്ചായിട്ട് ഇട്ടേച്ചാൽ മതി. ഒരുമിച്ച് നമുക്ക് ഇടിക്കാൻ പറ്റത്തില്ല. ഇതിട്ടിട്ട് നമ്മൾ ഇടിക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇടിച്ചു കൊടുക്കുക. ഇങ്ങനെ ഇടിച്ചു കഴിയുമ്പോഴത്തേക്ക് ശരിക്കും ഡെഫിനറ്റായിട്ട് ഞാൻ പറയുന്നു, ഇത് ശരിക്കും നമ്മൾ നാട്ടിൽ കല്ലിലരച്ച ചമ്മന്തിയുടെ ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഇടിക്കട്ടെ. ഇതുപോലെ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ഇതുപോലെ എല്ലാം ഇടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പം ഇതിടിക്കുമ്പോൾ നമുക്ക് കറിവേപ്പില ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ആ നമ്മൾ മിക്സിയിട്ട് അടിച്ച ചമ്മന്തി ഞാൻ ആ മറ്റേ ഇടിക്കുന്ന സാധനത്തിലിട്ട് ഇടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ആ കല്ലിലൊക്കെ അരയ്ക്കുന്ന ആ ഒരു ടെക്സ്ചർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കല്ലിലൊക്കെ അരച്ചിട്ടുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു വെള്ളമയം. നമ്മൾ ആ ഇടിക്കുമ്പോൾ ശരിക്കും ഈ തേങ്ങയിൽ നിന്ന് നന്നായിട്ട് എണ്ണയൊക്കെ പുറത്തേക്ക് വരും. മിക്സിയിലിട്ട് അടിക്കുമ്പോൾ നമുക്ക് ആ എണ്ണയൊന്നും വരത്തൊന്നുമില്ല. അത് ഇനി ഇതിനെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. നന്നായിട്ട് നമ്മൾ ഉണ്ടച്ചമ്മന്തിയല്ലേ ഉണ്ടാക്കുന്നത്, അതുപോലെ ഉരുട്ടിയെടുക്കാൻ. ഇനി നമ്മൾ അരകലയിലൊക്കെ അരയ്ക്കുമ്പോൾ ചെയ്യുന്ന പോലെ ഉരുട്ടിയെടുക്കാൻ. ഇത് ഇപ്പം ഞാനിത് നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല എണ്ണ ഇറങ്ങിയേക്കോ. അത് നോക്ക്, എൻ്റെ കൈ നോക്ക്, കയ്യിലൊക്കെ നല്ല എണ്ണയായിട്ടുണ്ട്. അത് നമ്മൾ ആ ഇടിച്ച് ഉണ്ടാക്കിയേക്കുന്നതുകൊണ്ടാണ്. ഇപ്പം ഈ ചമ്മന്തി മാത്രമല്ല, നമ്മൾ ഏത് ചമ്മന്തി ആണെങ്കിലും നമുക്ക് ഇപ്പം വീട്ടിൽ അരകല്ലില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇതുപോലെ ഇടിക്കുന്ന പാത്രം ഉണ്ടെങ്കിൽ അതിലിട്ടൊന്ന് ഇടിച്ചെടുത്തേച്ചാൽ മതി. തീർച്ചയായിട്ടും നമുക്ക് ആ അരകലയിട്ട് അരക്കണതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ മാങ്ങ ചേർത്ത തേങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ ഞാൻ അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.